അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട 10,000-കണക്കായ പ്രവർത്തകന്മാർ, സാധാരണക്കാർ, അവർ രാപ്പകൽ അധ്വാനിച്ചതിന് യാതൊരു ഫലവുമില്ലെന്നാണോ? ശ്രീമാൻ വി ഡി സതീശൻ ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളും നടത്തിയ അദ്ദേഹത്തിൻ്റെ പുതിയുഗയാത്ര, അതിന് പ്രാധാന്യമില്ലേ? മറ്റ് നേതാക്കന്മാർ നടത്തിയ സേവനങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലും ഒരു പ്രസക്തിയില്ലേ? ആ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ലോസ് ചാപ്റ്ററാണ്, ഒരടഞ്ഞ അധ്യായമാണ്. അതൊന്നും തന്നെ കുത്തിപ്പോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വളരെ നിസ്സാരമായ കാര്യമാണ് അതൊക്കെ തന്നെ പ്ലീസ് ഡോണ്ട് ബ്ലോ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ. ബേപ്പൂരുമായി ബന്ധപ്പെട്ട് യുഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു എന്ന് ഇന്നലെ PM നിയാസ് ഒരു ആരോപണമായി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഞാൻ ആർക്കാണ് മറുപടി പറയേണ്ടത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയില്ല. ആ ഇലക്ഷനെ കുറിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് എൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. ബേപ്പൂർ ഇലക്ഷൻ അത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം ഒരു അഭിപ്രായമില്ല. ഞാൻ എവിടെ വെച്ചിട്ടും ഒരഭിപ്രായം അത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുമില്ല. 2021 പോലും വോട്ട് ചോർച്ചയുണ്ടായി, പക്ഷേ അന്ന് ഒരു നടപടി ഉണ്ടായില്ല. ആ ചോർച്ചയ്ക്ക് നിൽക്കുന്ന ആളുകളാണ് നേതൃത്വം നൽകുന്നത് പറയുന്നത് കേൾക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ലോസ് ചാപ്റ്ററാണ്, ഒരടഞ്ഞ അധ്യായമാണ്. അതൊന്നും തന്നെ കുത്തിപ്പോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വളരെ നിസ്സാരമായ കാര്യമാണ് അതൊക്കെ തന്നെ പ്ലീസ് ഡോണ്ട് ബ്ലോ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ, പിന്നെ എന്താ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്? ഞാൻ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞാൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഈ വടകരയിലെ മാടാക്കര പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറി പ്രശ്നമാക്കി ഭയങ്കര ഉത്തരേന്ത്യയിലേക്ക് ഇങ്ങനെ കേൾക്കാറുള്ളൂ. അതിപ്പോൾ ഇവിടെ കേരളത്തിന് സംഭവിച്ചില്ല. എന്താണ് അങ്ങനെ ഒരു സംഭവം? അതിന് അടിയന്തരമായിട്ട് നടപടികളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. അവിടുത്തെ സ്ഥലം പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടെന്നാണ് പറയാനുള്ളത്. ഞാൻ അതേക്കുറിച്ചിട്ട് ഗൗരവപൂർണ്ണമായ ഒരു പഠനം നടത്തിയിട്ടില്ല. ആ പള്ളിയുടെ ഭാരവാഹികളൊക്കെ തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ്. അവർ തമ്മിലുള്ള അസ്വാരസ്യമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ, അതൊക്കെ തന്നെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണ്. അത് ഞാനല്ല അഭിപ്രായം പറയേണ്ടത്. അതൊക്കെ തന്നെ ഉത്തരവാദപ്പെട്ട, പ്രത്യേകിച്ചിട്ട് മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ അവരാണ് അഭിപ്രായം പറയേണ്ടത്. ഞാൻ പറഞ്ഞത് എത്ര കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞതിൽ ഒന്നും മാറ്റമില്ല. ഞാൻ അന്ന് പറഞ്ഞതും ശ്രീമാൻ പ്രവീണിൻ്റെ ജന്മനാടായിട്ടുള്ള കീഴേരിയിൽ വെച്ച് നടത്തിയ സ്വീകരണത്തിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ 13-ൽ 12 കിട്ടിൽ 13 നമുക്ക് കിട്ടുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് റിപ്പീറ്റ് ചെയ്യണ്ട. എന്തിനാ പറയുന്നത്? എന്തൊരു കഷ്ടമാണ് ഈ പറഞ്ഞത്. എവിടെയാണ് വിവാദമായിട്ടുള്ളത്? ഇവിടെ കുറച്ച് നേതാക്കന്മാർ പറയുന്ന വെച്ചിട്ട് കേരളത്തിലത് ഇഷ്യൂ ആണോ? നിങ്ങൾ വെറുതെ ഒരു ഗൗരവപൂർണ്ണമായ ഇഷ്യൂ ആയിട്ടത് മാറ്റരുത്. വളരെ നിസ്സാരവൽക്കരിച്ച് തള്ളേണ്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ പോകുന്നത് കഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട. എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അത് ചോദിക്കാനാണോ എന്നെ വിളിച്ചിരിക്കുന്നത്? ഐ എം സോറി, ഞാൻ അതേക്കുറിച്ച് ഒരു കമൻറ്റും നടത്താൻ ആഗ്രഹിക്കില്ല. അതിപ്പോൾ ഇപ്പം എന്ത് പറയാനാ? അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട 10,000-കണക്കായ പ്രവർത്തകന്മാർ, സാധാരണക്കാർ, അവർ രാപ്പകൽ അധ്വാനിച്ചതിന് യാതൊരു ഫലവുമില്ലെന്നാണോ? ശ്രീമാൻ വി ഡി സതീശൻ ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളും നടത്തിയ അദ്ദേഹത്തിൻ്റെ പുതിയുഗയാത്ര, അതിന് പ്രാധാന്യമില്ലേ? മറ്റ് നേതാക്കന്മാർ നടത്തിയ സേവനങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലും ഒരു പ്രസക്തിയില്ലേ? ആ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, എന്തിനും നിങ്ങൾക്ക് അതാണ് വേണ്ടതെങ്കിൽ പറഞ്ഞാൽ പോരെ. ഞാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ ഇവിടെ നിൽക്കാൻ. അതൊക്കെ പറഞ്ഞവരും മറ്റുള്ളവരും തമ്മിലായിക്കോട്ടെ, എനിക്കറിയേണ്ട കാര്യമില്ല. എന്തൊരു കഷ്ടമാണ്. ഇതിനു വേണ്ടിയിട്ടാണോ? നിങ്ങൾ സംഘടിതമായിട്ടാണല്ലോ. ഇതൊന്നും എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. അല്ല അതുപോലെ തന്നെ സത്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം സ്തുതി പാടേണ്ടത് ശ്രീമാൻ പിണറായി വിജയനോടാണ്. ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക്
അദ്ദേഹമാണ് ഈ വിജയത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം സ്തുതിക്കപ്പെടേണ്ട ഒരു കഥാപാത്രം. ഈ സർക്കാർ വന്ന് 100 ദിവസമായിട്ടും ബോർഡ് കോർപ്പറേഷൻ വിഭജനം പൂർത്തിയായിട്ടില്ല. എന്തെങ്കിലും തർക്കമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ അതിൽ? ഒരു തർക്കവുമില്ല. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. 24 മണിക്കൂർ കൊണ്ടൊന്നും ഒരിക്കൽ പോലും ബോർഡോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ആ പുനഃസംഘടന നടന്നതായിട്ട് എനിക്കറിയില്ല. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. ഏത് അല്ല, അത് അതിനുള്ള ഗൗരവപൂർണ്ണമായ ചർച്ചകൾ എല്ലാ തലത്തിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു തീരുമാനം ഉടനെ ഉണ്ടാകും. മറ്റൊന്ന്, കോഴിക്കോടിന് മന്ത്രിയില്ല, പക്ഷേ MK മുനീറിന് ക്യാബിനറ്റ് പദവി നൽകും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതും വൈകി പോവാണ്. അത്തരം തീരുമാനങ്ങൾ ഉടനെ ഉണ്ടാകും. അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയില്ല. പറയേണ്ടവരല്ലേ പറയേണ്ടത്. എല്ലാ കാലത്തും ഈ സമവാക്യങ്ങളൊക്കെ തന്നെ പാലിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എല്ലാ കാലത്തും ഒരു സോഷ്യൽ ബാലൻസിങ് അത് നടത്താറുണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താതെ ഒരു കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയിട്ടില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹമല്ലേ. അപ്പോൾ എല്ലാവരുടെയും വികാരം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണം. അത് സംശയമില്ലാത്ത കാര്യമാണ്.